പല പേഷ്യൻസും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ശരീരം തന്നെ ഇതിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരും. അത് മനസ്സിലാക്കാൻ വൈകുന്നതും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻ എടുക്കാൻ വൈകുന്നതുമാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മളെ പലപ്പോഴും തള്ളിവിടുന്നത്. സ്ട്രോക്ക് വരുന്നതിൻ്റെ മുന്നേയും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നേയും നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ലൈഫ് സ്റ്റൈൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാനും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് മുൻകരുതലായിട്ട് തന്നെ എടുക്കാനും സാധിക്കും. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമസ്കാരം. പല പേഷ്യൻസും ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും വന്ന് ബുദ്ധിമുട്ടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് മുന്നേ തന്നെ നമുക്ക് നമ്മുടെ ശരീരം തന്നെ ഇതിന് മുന്നോടിയായിട്ടുള്ള ലക്ഷണങ്ങൾ കാണിച്ചു തരും. അത് മനസ്സിലാക്കാൻ വൈകുന്നതും അതിന് വേണ്ടുന്ന പ്രിക്കോഷൻ എടുക്കാൻ വൈകുന്നതുമാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മളെ പലപ്പോഴും തള്ളിവിടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. സ്ട്രോക്ക് വരുന്നതിൻ്റെ മുന്നേയും ഹാർട്ട് അറ്റാക്ക് വരുന്നതിന് മുന്നേയും നമ്മുടെ ശരീരം കാണിക്കുന്ന ലക്ഷണങ്ങളും നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ ഫോളോ അപ്പ് ചെയ്ത് പറയുന്ന കാര്യങ്ങൾ സ്ഥിരമായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചെയ്തു പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കണ്ടീഷനിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യാനും അതിന് വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ് മുൻകരുതലായിട്ട് തന്നെ എടുക്കാനും സാധിക്കും. ഈ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. ഞാൻ ഡോക്ടർ ജോബിത അപ്ഷൻ, ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ആദ്യം തന്നെ പറയട്ടെ, പലരും ഈ ഫാസ്റ്റിംഗ് ഷുഗർ എടുക്കാറുണ്ട്, അതുപോലെ തന്നെ 3 മാസത്തെ ആവറേജ് എടുക്കാറുണ്ട്, ടോട്ടൽ കൊളസ്ട്രോൾ ഒക്കെ എടുത്തിട്ട് റിസൾട്ടുമായിട്ട് വരാറുണ്ട്. പലപ്പോഴും ഈ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം എടുത്തിട്ട് ഡോക്ടറെ എനിക്ക് 200 അല്ല 210 കൊളസ്ട്രോൾ, അപ്പോൾ എനിക്ക് കൊളസ്ട്രോൾ ഭയങ്കര കൂടുതലാണ്, മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്യണം, ഞാൻ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, എന്തൊക്കെ ഡയറ്റ് ചെയ്യണം എന്ന് മുൻകൂട്ടി ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ടോട്ടൽ കൊളസ്ട്രോൾ മാത്രം എടുത്തത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഡയഗ്നോസിസിൽ എത്താൻ പറ്റില്ല. കൊളസ്ട്രോളിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണോ വേണ്ടയോ എന്നുള്ളത് എപ്പോഴും നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ മൊത്തത്തിൽ തന്നെ എടുക്കണം. ലിപ്പിഡ് പ്രൊഫൈൽ എടുത്തിട്ട് അതിൻ്റെ HDL റേഷ്യോ, LDL, ട്രൈഗ്ലിസറൈഡ്സ് ഇതെല്ലാം അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് പാറ്റേണിലേക്ക് അല്ലെങ്കിൽ മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യണോ എന്നുള്ള തിങ്കിങ്ങിലേക്ക് നമുക്ക് വരാൻ പറ്റൂ. ഇതുകൂടാതെ തന്നെ ഈ ഷുഗർ ടെസ്റ്റ് എടുത്ത് വരുന്ന സമയത്തും ഈ FBS അല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു റാൻഡം ബ്ലഡ് ഷുഗറുമായിട്ട് വരും. ഇത് വെച്ചും നമുക്ക് മെഡിസിൻ എഴുതാൻ പറ്റില്ല. 3 മാസത്തെ ആവറേജ് ആയ HbA1c ആണ് ശരിക്കും നമുക്ക് ഷുഗർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഷുഗർ പേഷ്യൻ്റ് ആണോ എന്നുള്ള ഡയഗ്നോസിലേക്ക് എത്തുക. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് റിസൾട്ടുമായിട്ട് വരും. വീട്ടിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് രാവിലെ തന്നെ ഫാസ്റ്റിംഗ് ചെയ്ത റിസൾട്ടായിട്ടൊക്കെ വരും. അതിൽ 1-2 രസകരമായ സംഭവങ്ങൾ പറയാം. ഒരു ആൾ രാവിലെ 9 മണിയായപ്പോൾ വീട്ടിലെത്തുകയാണ്. എൻ്റെ ഒരു ബന്ധുവാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഡോക്ടറെ ഞാനിങ്ങനെ ചെയ്യാൻ പോവാണ്, ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, RBS ആണോ, പിന്നെ ഭക്ഷണം കഴിച്ചോ? ഇല്ല, ഭക്ഷണം കഴിച്ചിട്ടില്ല, ഫാസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. 9 മണിക്ക് എൻ്റെ വീട്ടിലിരിക്കുകയാണ് ആൾക്ക് ഇനിയും 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് വേണം ടെസ്റ്റ് ചെയ്യാനുള്ള സ്ഥലത്തെത്താൻ. ഇനി എത്തിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ആദ്യം തന്നെ അവർക്ക് ബ്ലഡ് എടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ അവിടെ വെയിറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾ രാത്രി എപ്പോഴാണ് ഫുഡ് കഴിച്ചത്? രാത്രി 8 മണിക്കാണ് ലാസ്റ്റായിട്ട് ഭക്ഷണം കഴിച്ചത്, അതിന് ശേഷം ഒന്നും കഴിച്ചിട്ടില്ല. മാത്രമല്ല, അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളപ്പോൾ എന്താണ് ഇതുവരെ പോവാത്തതിൻ്റെ കാരണം? അല്ല, അത്രയും വൈകുകയാണെങ്കിൽ അത്രയും ഷുഗർ കുറയുമല്ലോ. അപ്പോൾ പലർക്കും വേണ്ടത് തലേന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് റെഗുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഫുഡ് കഴിച്ച് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് എടുക്കുന്നതെങ്കിൽ ലൈറ്റ് ഫുഡ് കഴിക്കുക. സാധാരണ എന്താണോ അവർ കഴിക്കുന്ന ഫുഡ് അതുപോലും കഴിക്കാതെ. അപ്പോൾ എല്ലാവർക്കും വേണ്ടത് ആ ഒരു റിസൾട്ടിൽ ഷുഗർ കുറഞ്ഞു കാണിക്കുക. ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ അത് നോക്കിയിട്ട് ബെറ്റർ ആണല്ലോ എന്ന് പറയുക. ഒരിക്കലും നിങ്ങളത് എക്സ്പെക്റ്റ് ചെയ്തരുത്. നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇത്രയും വർഷം ചികിത്സിക്കുന്ന ഡോക്ടർക്ക് അറിയില്ല എന്താണ് അതിൻ്റെ മാർഗം എന്നുള്ളത്. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും അറിയാം, നിങ്ങൾ ഈ FBS എടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ടുള്ള ഷുഗർ എടുക്കുമ്പോഴോ നിങ്ങൾ നല്ലോണം എന്നത്തേലും കൂടുതൽ ശ്രദ്ധയോടെയാണ് അത് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് പകരം എപ്പോഴും HbA1c അഥവാ 3 മാസത്തെ ആവറേജ് ഷുഗറാണ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യേണ്ടത്. അതാണ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷുഗർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്നോസിസ് എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ട്രോക്ക് റിസ്ക് അല്ലെങ്കിൽ ഹാർട്ട് റിസ്ക് നമുക്ക് മുൻകൂട്ടി മുൻകരുതലായി വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സ്ഥിരമായിട്ട് ഇത് നിങ്ങൾ അല്ലെങ്കിൽ വീക്കിലി നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടുകൾ നേരത്തെ തിരിച്ചറിയാൻ പറ്റും. ഒന്ന്, BP മോണിറ്ററിങ് അല്ലേ? ഇന്ന് പലരുടെ വീട്ടിലും BP മെഷീൻസ് ഉണ്ട്. നിങ്ങൾ BP വീട്ടിൽ തന്നെ ചെക്ക് ചെയ്യാറുണ്ട്. അപ്പം BP ചെക്ക് ചെയ്യുന്നതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. പലരും ഓടി പടച്ച് വന്ന് ചിലപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പറമ്പിൽ എന്തെങ്കിലും പണി കഴിഞ്ഞ് നേരെ വന്ന് BP നോക്കും. അപ്പോൾ BP ഹൈ ആയിരിക്കും. അങ്ങനെയല്ല നോക്കേണ്ടത്. ഒരു ഹാഫ് ആൻ അവർ എന്തായാലും നിങ്ങളൊരു എക്സേർഷൻ അല്ലെങ്കിൽ രാവിലത്തെ എക്സസൈസ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ രാവിലത്തെ ഫുഡ് കഴിഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ പുറത്തെന്തെങ്കിലും പണി കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങളൊരു 1/2 മണിക്കൂർ റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റിലിരിക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത്, ആരെങ്കിലും ഫൈറ്റ് ചെയ്ത സമയത്തൊന്നുമല്ല ഓടിച്ചെന്ന് BP നോക്കേണ്ടത്. 1/2 മണിക്കൂർ മറ്റു ചിന്തകൾ
ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്ന് നിങ്ങൾ വല്ല റീഡിങ്ങിലോ ബുക്ക് വായനയിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കഴിഞ്ഞ് റിലാക്സ്ഡ് ആയിട്ട് അരമണിക്കൂർ മൈൻഡും ബ്രെയിനും എല്ലാം റെസ്റ്റിലിരുന്നതിന് ശേഷം വേണം BP നോക്കാൻ. BP നോക്കുമ്പോൾ കിടന്നല്ല നോക്കേണ്ടത്, ഇരുന്ന് നോക്കുക. എപ്പോഴും BP അപ്പാരറ്റസ് നിങ്ങളുടെ ചെസ്റ്റ് ലെവലിൽ ഇരിക്കണം. എന്നിട്ട് റൈറ്റ് ഹാൻഡിലോ ലെഫ്റ്റ് ഹാൻഡിലോ കഫ് ഒരു ഫിംഗർ ഗ്യാപ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ 2 ഫിംഗേഴ്സ് ആ കഫിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൈറ്റ്നെസ് ആണ് അതിന് വേണ്ടത്. പലരും ഓവർ ടൈറ്റ് ആക്കിയിട്ട്, കാരണം എല്ലാവർക്കും അതാണ് ഇഷ്ടം. ഞാനിവിടെ BP നോക്കുമ്പോഴും പേഷ്യൻസ് ടൈറ്റ് ആയിട്ടില്ല ഡോക്ടറെ എന്ന് പറയും. അത് അവർക്ക് ആ ടൈറ്റ് ആവുന്നതാണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റ് അല്ല, നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ 2 ഫിംഗേഴ്സ് കഫിനുള്ളിലേക്ക് കയറുന്നുണ്ടെങ്കിൽ അതാണ് കറക്റ്റായിട്ട് നോക്കേണ്ട ആ ഒരു ടൈറ്റ്നെസ് എന്ന് പറയുന്നത്. അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് നോർമൽ BP എന്ന് പറയുന്നത് 120/80 ആണ്. അതിൽ കൂടുതൽ ഇപ്പോൾ 120 to 129 അല്ലെങ്കിൽ ബിലോ 80 ആണ് സെക്കൻഡ് സിസ്റ്റോളിക്കും ഡയസ്റ്റോളിക്കും വരുന്നത് എങ്കിൽ അത് കുറച്ച് BP കൂടുതലാണെന്ന് മനസ്സിലാക്കാം. എന്നാൽ 130 എബോവും 80 എബോവും ആയിട്ടാണ് വരുന്നത്, 130 മുകളിലായിട്ടാണ് BP കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് BP ഉണ്ട്. പക്ഷേ മരുന്നെടുക്കാറായോ അങ്ങനെ നമുക്ക് പറയാനായിട്ടില്ല. നിങ്ങൾ ആഴ്ചയിൽ 2 or 3 തവണ BP മോണിറ്റർ ചെയ്യുക. ഇതേപോലെ റിലാക്സ്ഡ് ആയിട്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 മാസം നിങ്ങൾ നോക്കിയിട്ടും ഇതേ ഹൈ ലെവലിലാണ് BP പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമായി എന്നാണ് അർത്ഥം. അത്രയും BP വന്നൂടാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട്ടിൽ നിന്ന് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും BP നോക്കുന്നത് ഒരു ശീലമാക്കുക. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. BPയിൽ വേരിയേഷൻ വരുമ്പോൾ രോഗത്തിൻ്റെ തുടക്കം തന്നെയാണ്. ഡെഫിനറ്റ്ലി അവിടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരും. രണ്ടാമത്തെ പോയിൻ്റാണ് വേസ്റ്റ് സൈസ് എന്ന് പറയുന്നത്. വേസ്റ്റ് സൈസ് പുരുഷന്മാരിലാണെങ്കിലും സ്ത്രീകളിലാണെങ്കിലും നോക്കണം. കാരണം നമ്മുടെ വയറിൽ അമിതമായിട്ട് അടിഞ്ഞുകൂടുന്ന കൊഴുപ്പ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ ഷുഗർ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഒരു ഹാർട്ട് റിസ്കിലേക്കും പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പുരുഷന്മാരിൽ, നമ്മൾ ഏഷ്യൻസ് ആണല്ലോ, അതുപോലെ നമ്മുടെ ഒരു സൗത്ത് ഏഷ്യൻ ലെവലിൽ നോക്കുകയാണെങ്കിൽ പുരുഷന്മാരിൽ 90 സെൻറ്റിമീറ്ററിലധികം വേസ്റ്റ് സൈസ് വരുന്നതും സ്ത്രീകളിൽ 80 സെൻറ്റിമീറ്ററിലധികം വേസ്റ്റിൻ്റെ സൈസ് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സസൈസ് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ്. നിങ്ങൾക്ക് ഹാർട്ട് റിസ്കിനോ സ്ട്രോക്ക് റിസ്കിനോ ഒക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വയറിന് അരക്കെട്ടിൽ കൊഴുപ്പ് നിറഞ്ഞു ഓടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻഡിക്കേഷനാണ് ഞാൻ ഈ പറഞ്ഞ ലെവലിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പൾസിൻ്റെ റിതം അല്ലെങ്കിൽ റേറ്റ് നോക്കുക എന്നാണ്. പൾസ് നമ്മൾ നോക്കുന്ന അറിയാം, നമ്മൾ ഇവിടെയാണ് ഇങ്ങനെയാണ് പൾസ് നോക്കുന്നത്. ഈ പൾസ് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നോർമലായിട്ട് നമുക്കൊരു 60 to 100 ഇടയിലാണ് നോർമലായിട്ടുള്ള ഒരാൾക്ക് വരേണ്ടത്. അപ്പോൾ ആ പൾസിൻ്റെ റേറ്റ് കൂടുകയോ അല്ലെങ്കിൽ റിതത്തിൽ വേരിയേഷൻ വരികയോ, അപ്പോൾ റിതത്തിൽ വേരിയേഷൻ വരികയാണെങ്കിൽ ഇറഗുലാരിറ്റി വരുന്ന ആ ഒരു സ്പീഡിന് ഇറഗുലാരിറ്റി വരികയാണെങ്കിൽ ഏട്രിയൽ ഫിബ്രിലേഷൻ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോവാം. അത് സ്ട്രോക്കിനുള്ള റിസ്ക് കൂട്ടുന്ന ഒന്നാണ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ പൾസ്, അതും റെസ്റ്റിലാണ് മോണിറ്റർ ചെയ്യേണ്ടത്. ഒരു ജോലി കഴിഞ്ഞ് വന്നിട്ട് ഒന്നല്ല, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുമ്പോഴാണ് പൾസ് നോക്കേണ്ടത്. അതിൻ്റെ റേറ്റിലോ റിതത്തിലോ വേരിയേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക് ഉണ്ടെന്നാണ് അർത്ഥം. അത് ഒരു തവണ വരുമ്പോൾ ഒരിക്കലും അങ്ങനെയെന്നല്ല, സ്ഥിരമായിട്ട് നിങ്ങൾ നോക്കുമ്പോഴും ഈ രീതിയിലാണ് വരുന്നതെങ്കിൽ അവിടെ ഒരു റിസ്ക് ഉണ്ടെന്ന് മനസ്സിലാക്കണം. അടുത്തത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊരു 10 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ഒരു 3-4 തവണ സ്റ്റെപ്പ് കയറി നോക്കുക. ഇതൊക്കെ മോഡറേറ്റ്ലി നമുക്കൊരു ചെറിയൊരു ബ്രീത്തിങ് ഇൻക്രീസ് വരാനുള്ള സാധ്യതയുള്ള കേസാണ്. എന്നാൽ ഇത്തരം മോഡറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ സിവിയർലി ബ്രെത്ത്ലെസ്നെസ് വരിക, ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, കിതപ്പ് വരിക, ക്ഷീണം വരിക, കണ്ണ് മങ്ങുക, ഇത്തരം പ്രയാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ഹെൽത്ത് ഓക്കെ അല്ല എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ 10 മിനിറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെങ്കിൽ ഒരു 3 പടി കയറുമ്പോഴേക്കും ഇങ്ങനെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രിസ്ക് വാക്കിംഗ് അല്ലെങ്കിൽ ക്ലൈംബിംഗ് സ്റ്റെയർസ്, ഇതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഓവറായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറവാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അപ്പം നിങ്ങൾ അതിന് വേണ്ടുന്ന മുൻകരുതൽ എടുക്കണം. എപ്പോഴും ചെയ്യേണ്ടത് എന്താ, പ്രോപ്പറായിട്ടുള്ളൊരു ഡയറ്റും അതുപോലെ തന്നെ ഡെയിലി എക്സസൈസും നിങ്ങളുടെ റുട്ടീൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് മാറ്റുക. പലപ്പോഴും നമുക്ക് സ്ട്രോക്ക് വരുന്നതൊന്നും ഏതെങ്കിലും ഒരു ബ്ലോക്ക് അടിഞ്ഞുകൂടി ആ ബ്ലോക്ക് നീങ്ങിയിട്ട് മാത്രമല്ല, ഇങ്ങനെ ഒരു പ്ലേഗ് അവിടെ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ബേസ്റ്റ് ആയാലും ഇത്തരം സ്ട്രോക്കിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴേക്കും കിതപ്പുണ്ടാവാം. പക്ഷേ അമിതമായിട്ടുള്ള കിതപ്പ്, ശ്വാസം തിങ്ങൽ, ചെസ്റ്റ് ടൈറ്റ്നസ്, ഇത്തരം കണ്ടീഷൻസ് അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മോണിറ്റർ ചെയ്യേണ്ടതായി എന്നാണ് അർത്ഥം. ഇനി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു സ്ട്രോക്കിന് മുന്നോടിയായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എമർജൻസി ആയിട്ട് ഡോക്ടറെ കാണിക്കണം എന്നുള്ളതിൻ്റെ ഒരു സാധ്യത പറയാം. ഒന്ന്, ഫേസിൽ എന്തെങ്കിലും കോടൽ പോലെ വരിക, ഒരു സൈഡ് മുഖം കോടി പോവുക, അല്ലെങ്കിൽ ഒരു കൈയിന് ക്ഷീണം അനുഭവപ്പെടുക, അല്ലെങ്കിൽ നമുക്ക് പൊക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരിക, കാഴ്ചയ്ക്ക് പ്രശ്നം വരിക എന്നുള്ള ഈ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ
പെട്ടെന്ന് തന്നെ സ്ട്രോക്ക് റിസ്ക് ഉണ്ട്, നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തണം. അതുപോലെ തന്നെ ഹാർട്ട് അറ്റാക്കിന് ഒരാഴ്ച മുന്നോടിയൊക്കെ ആയിട്ട് പലരും പറഞ്ഞു കേൾക്കുന്ന ലക്ഷണങ്ങൾ, നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരുപോലെ അറ്റാക്കിൻ്റെ സിംറ്റംസ് വരണം എന്നില്ല, പലർക്കും ഡിഫറെൻ്റ് ആയിട്ടാണ് വരിക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് ചെസ്റ്റ് ടൈറ്റ്നെസ് ഭയങ്കരമായിട്ട് ചെസ്റ്റിൻ്റെ സെൻറ്റർ പോയിന്റിലായിരിക്കും കൂടുതലായിട്ടും പുരുഷന്മാർ പറയുന്ന പെയിൻ കാണുന്നത്. ചെസ്റ്റ് സെൻറ്റർ പോർഷനിൽ നല്ല വേദന വരിക. സ്ത്രീകൾക്കാവുമ്പോൾ അത് കുറച്ചും കൂടെ ഷോൾഡർ ബ്ലേഡ്സിലേക്ക് എക്സ്റ്റെൻഡ് ആവാം. പുരുഷന്മാരിൽ അതുപോലെ തന്നെ ജോ ലൈൻ, നമ്മുടെ ജോൻ്റെ ഭാഗത്ത് വേദന വരാം. പൊതുവേ ഇതൊരു വേദന എന്നുള്ളതിലുപരി നല്ല ഭാരമുള്ള എന്തോ നെഞ്ചത്ത് കയറ്റി വെച്ച പോലുള്ളൊരു ഫീല്, ശ്വാസം മുഴുവനായിട്ട് എടുക്കാൻ പറ്റാത്തൊരു ഫീലാണ് ഇതിന് കൂടുതലായിട്ടും വരിക. ലെഫ്റ്റ് സൈഡ് കയ്യിൽ വേദന വരാം. നമ്മുടെ BP ഓൾട്ടർ ആയിട്ടിരിക്കാം. പൾസ് റേറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. അമിതമായിട്ട് വേർക്കുക, ഇത്തരം പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ചെറിയ ജോലി ചെയ്യുമ്പോഴേക്കും അമിതമായിട്ട് കിതപ്പ് വരിക, ഇത്രയും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഹാർട്ട് റിസ്കിലേക്കുള്ള സാധ്യതയുണ്ട്. മുൻകരുതൽ എടുക്കണം, വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്യണം, ഡോക്ടറെ പോയി കാണണം. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ടെസ്റ്റുകളുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് ഒരു പ്രോപ്പർ ടെസ്റ്റ് ഇൻഡിക്കേഷൻസ് എന്ന് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ പ്രസക്തി. ടോട്ടൽ കൊളസ്ട്രോളിന് പകരം ലിപ്പിഡ് പ്രൊഫൈൽ മൊത്തത്തിൽ എടുക്കുക. പലരും കരുതുന്നത് ടോട്ടൽ കൊളസ്ട്രോൾ നോർമലാണ്, 200 താഴെയാണ്, വലിയ കുഴപ്പമില്ല. എന്നാൽ ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിരിക്കും, ഡെഫിനറ്റ്ലി നിങ്ങൾ അവിടെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. അതുപോലെ LDL എന്ന് പറയുന്ന ചീത്ത കൊളസ്ട്രോൾ കൂടുതലാണ്, ഡെഫിനറ്റ്ലി ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. ഡയറ്റിൽ മോഡിഫിക്കേഷൻ വരുത്തേണ്ട സമയമായി. അതുപോലെ പലരും ശ്രദ്ധിക്കാത്ത ഒന്നുണ്ട്, ഇതെല്ലാം നോർമലാണ്, LDL നോർമലാണ്, എല്ലാം നോർമലാണ്. പക്ഷേ HDL എന്ന് പറയുന്ന ഗുഡ് കൊളസ്ട്രോൾ കുറവാണ്. അപ്പോൾ പലരും പറയും എനിക്ക് ചീത്ത കൊളസ്ട്രോൾ ഇല്ല, ടോട്ടൽ കൊളസ്ട്രോൾ ഒക്കെ നോർമലാണ്, HDL നല്ല കൊളസ്ട്രോൾ കുറച്ച് കുറവാന്നേ ഉള്ളൂ, വലിയ പേടിക്കാനൊന്നുമില്ല, എന്തെങ്കിലും കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് റെഡിയാക്കാമെന്ന്. പക്ഷെ അതങ്ങനെയല്ല. HDL എന്ന് പറയുന്ന നല്ല കൊളസ്ട്രോൾ കുറയുന്നത് ഡെഫിനറ്റ്ലി ഹാർട്ട് റിസ്കിലേക്കുള്ളൊരു സാധ്യതയാണ്. നല്ല കൊളസ്ട്രോൾ കൂട്ടാനുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയും വേണം, എക്സസൈസ് തുടർച്ചയായിട്ട് ചെയ്യുകയും വേണം. HDL കൊളസ്ട്രോൾ കുറയുന്നതും, അപ്പോൾ കൊളസ്ട്രോൾ കുറയുന്നതും നമുക്ക് അപകടം തന്നെയാണ്. നല്ല കൊളസ്ട്രോൾ കുറയുന്നത്, നല്ല കൊളസ്ട്രോൾ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത് omega-3 ഫാറ്റി ആസിഡ്സ് കഴിക്കുമ്പോഴാണ്. ഇപ്പം അതുപോലെ നട്ട്സ് കഴിക്കുമ്പോഴാണ്, മുട്ട കഴിക്കുമ്പോഴാണ്, മുട്ടയുടെ മഞ്ഞയും കൂടെ ഉൾപ്പെട്ട് കഴിക്കുമ്പോഴാണ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മോഡിഫൈ ചെയ്ത് എങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ. ഇനി അടുത്തത് പറയാനുള്ളതാണ് ഫാമിലി ഹിസ്റ്ററി. നിങ്ങളുടെ വീട്ടിൽ ഇതിനുള്ള സാധ്യതയുണ്ട്. വീട്ടിൽ പാരമ്പര്യമായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഷുഗർ വരാനും ഹാർട്ട് റിസ്കിലേക്ക് പോകാനുമുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുൻകൂട്ടി ഷുഗർ ഫാമിലിയിലുള്ളവരാണെങ്കിൽ ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ ഷുഗർ 6 മാസത്തിലൊരിക്കൽ FBS പോസ്റ്റ് പ്രാൻഡിയൽ ഫുഡ് കഴിച്ചിട്ടുള്ളത്, അതുപോലെ 6 മാസം കൂടുമ്പോൾ 3 മാസത്തെ ആവറേജ് ഒന്ന് എടുത്തു നോക്കുക. ഇതിൽ വേരിയേഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതിൽ യാതൊരു മടിയും വിചാരിക്കേണ്ട. എനിക്കത്ര പ്രായമായിട്ടില്ലല്ലോ, 35 വയസ്സല്ലേ ആയിട്ടുള്ളൂ എന്ന് ആരും ചിന്തിക്കേണ്ട. ഇന്നത്തെ കാലത്ത് നമുക്ക് എക്സസൈസ് വളരെ കുറവാണ്, സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് കൂടുതൽ. ഓഫീസ് ജോബ്സ് ചെയ്യുന്നവരാണ് അധികമുള്ളത്. ലേബർ ചെയ്യുന്നവർക്ക് ഇത്രയും പ്രശ്നങ്ങൾ കാണാറില്ല, കാരണം ഫിസിക്കൽ ആക്ടിവിറ്റി ഇൻറ്റൻസ് ആയിട്ട് അവർക്ക് വരുന്നുണ്ട്. അങ്ങനെ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ സ്ട്രെസ്സ് വളരെ കൂടുതലാണ്. ഇൻ്റലക്ച്വൽ ജോബ്സിനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെസ്സ് കൂടുതലായിരിക്കും. ജോബ് മാനേജ് ചെയ്യാൻ പലരും പ്രയാസപ്പെടാറുണ്ട്, സ്ട്രെസ് ഉണ്ടാവാറുണ്ട്. ഫാമിലി ലൈഫിലും ഇന്നത്തെ കാലത്ത് സ്ട്രഗിൾസ് കൂടുതലാണ്. ഫാമിലി ലൈഫ് എന്ന് പറയുന്നത് പണ്ട് ഒരു ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, അന്ന് അതിൻ്റേതായ സ്ട്രഗിൾ ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയാണ്, എല്ലാവർക്കും ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആവശ്യമാണ്, മക്കൾക്ക് അത് വേണം ഇത് വേണം. അപ്പോൾ പാരൻസ് എപ്പോഴും ചിന്തിക്കുന്നത് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും, കുട്ടീനെ ശ്രദ്ധിക്കില്ല, അവർ ജോബിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും സ്ട്രെസ്സ് വരികയും മോണിറ്ററി ബെനിഫിറ്റ്സ് കൂടുതൽ ഉണ്ടാക്കാനുള്ള ശ്രമം കൂടുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങളിലേക്ക് സ്ട്രെസ്സിലേക്ക് ചെന്ന് വീഴുന്നത്. അതുപോലെ നമ്മൾ ഇന്ന് കുറേ കേൾക്കുന്നതാണ് ലോൺ ആപ്സിനെ കുറിച്ചൊക്കെ, അതിൻ്റെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം കണ്ടീഷനിലേക്ക് ആൾക്കാർ ഈ ഒരു ഹൈ എൻഡ് ലൈഫ് സ്റ്റൈൽ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നതുകൊണ്ടും സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഇത്തരം അവസ്ഥയിലേക്ക് വരാം. അതിന് പ്രായം ഒരു ബാധകമേ അല്ല. 50 വയസ്സോ 60 വയസ്സോ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. 30 വയസ്സുകളിലും 40കളിൽ തുടക്കത്തിൽ തന്നെ ഇത്തരം കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ ഹാർട്ട് റിസ്കിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത് ഫുഡ് സ്റ്റൈൽ എന്ന് പറയുന്നതാണ്. സ്കിപ്പിംഗ് ദ മീൽസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ കഴിക്കുന്ന ഫുഡ് എത്ര ഹെൽത്തിയാന്ന് പറഞ്ഞിട്ടും കാര്യമില്ല, ഭക്ഷണം സ്കിപ്പ് ചെയ്യുന്നത് ബോഡിക്ക് ഒട്ടും നല്ലതായിട്ടുള്ളൊരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പർ സമയത്ത് കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫാമിലി ഹിസ്റ്ററി ഞാൻ പറഞ്ഞ ഒരു കാരണമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും പുരുഷന്മാരിൽ 55 വയസ്സിന് മുന്നിൽ ഹാർട്ട് സ്ട്രോക്കോ ഹാർട്ട് അറ്റാക്കോ വരികയോ, സ്ത്രീകൾക്കാണെങ്കിൽ 65 വയസ്സിന് മുന്നേ സ്ട്രോക്കോ ഹാർട്ട് ഡിസീസോ വരികയോ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ കൃത്യമായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റിലൂടെ കടന്നു പോകേണ്ടതാണ്. ഇനി എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം TMT എന്ന ടെസ്റ്റിനെ കുറിച്ച് പലർക്കുമുള്ള
ഉള്ളൊരു തെറ്റിദ്ധാരണയാണ്. അത് തിരുത്താൻ വേണ്ടിയിട്ടാണ് TMT എന്നുള്ള ടെസ്റ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ട്രെഡ്മിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്സസൈസ് സ്ട്രെസ് ടെസ്റ്റാണ്. നിങ്ങളെ കൊണ്ട് ട്രെഡ്മില്ലിൽ ഒരു 15 മിനിറ്റ്സ് വർക്ക് ചെയ്യിപ്പിച്ചതിന് ശേഷം നിങ്ങളുടെ ECG, നിങ്ങളുടെ പൾസ്, നിങ്ങളുടെ ഹാർട്ട് റേറ്റ്, നിങ്ങളുടെ BP, പിന്നെ നിങ്ങളുടെ ഹിസ്റ്ററീസ് കൊടുക്കും. നിങ്ങൾക്ക് പിന്നെ സ്മോക്കിംഗ് ഹിസ്റ്ററി ഉണ്ടോ, ആൽക്കഹോളിസം ഉണ്ടോ, ഇങ്ങനത്തെ നിങ്ങളുടെ ഫാമിലി ഹിസ്റ്ററിയും കൂടെ എടുത്തിട്ട് അത് മോണിറ്റർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹാർട്ട് റിസ്ക് വരാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളത് അനലൈസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണിത്. സത്യത്തിൽ ഹാർട്ടിലേക്കുള്ള ബ്ലഡ് ഫ്ലോ കുറയുന്നുണ്ടോ, ഇസ്കീമിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടോ എന്ന് അറിയാനാണ് TMT ചെയ്യുന്നത്. അപ്പോൾ TMTയിൽ ഒരു പ്രോബ്ലം ഇല്ല എന്ന് കരുതി നിങ്ങൾക്ക് മുന്നോട്ട് ഹാർട്ട് റിസ്ക് ഇല്ല എന്നില്ല. ഇത് ഫോൾസ് നെഗറ്റീവായിട്ടും വരാറുണ്ട്, ഫോൾസ് പോസിറ്റീവായിട്ടും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ TMT ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ നിങ്ങൾ മുന്നോട്ടൊന്നും ശ്രദ്ധിക്കേണ്ട, ഒരു പ്രശ്നമില്ല എന്നും കരുതരുത്. കൃത്യമായിട്ടുള്ള മോണിറ്ററിങ് അനിവാര്യമാണ്. ഇനി TMTയിൽ എന്തെങ്കിലും കണ്ടു എന്ന് കരുതിയിട്ട് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഹാർട്ട് റിസ്ക് ഉണ്ടോ എന്നുള്ളതല്ല അർത്ഥം, നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളതുമല്ല അർത്ഥം. നിങ്ങൾക്ക് ഫർദർ ഫോളോ അപ്പ് ഇമ്മീഡിയറ്റ് ആയിട്ട് മറ്റു ടെസ്റ്റുകൾ വേണം എന്നുള്ളതാണ് അർത്ഥം. അതുകൊണ്ട് തന്നെ TMT ടെസ്റ്റുകൾ എല്ലാവരും ചെയ്തോളൂ, നല്ലതാണ്. പക്ഷേ TMT മാത്രമല്ല ഇതിൻ്റെ ഒരു ബേസിസ് എന്നും കൂടെ മനസ്സിലാക്കുക. ആ ടെസ്റ്റ് ചെയ്തതുകൊണ്ട് ഭക്ഷണം ശ്രദ്ധിക്കാതെയും എക്സസൈസ് ചെയ്യാതെയും എനിക്കൊരു പ്രോബ്ലം ഇല്ല എന്ന് പറഞ്ഞ് ആരും നടക്കരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വിവരങ്ങളെല്ലാം മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. അപ്പോൾ നിങ്ങൾക്കിത് മുൻകൂട്ടി അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി തന്നെ നിങ്ങൾ നിങ്ങളുടെ ഹെൽത്തിന് വേണ്ടുന്നത് ചെയ്യുകയാണെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ഡിലേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇതൊന്നും ഒരിക്കലും വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആർട്ടറികൾക്ക്, രക്തക്കുഴലുകൾക്കൊക്കെ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ സംഭവിക്കുന്നുണ്ട്, എലാസ്റ്റിസിറ്റി കുറയുന്നുണ്ട്. അപ്പോൾ 70 വയസ്സ് കഴിഞ്ഞ ഒരാൾക്ക് സ്ട്രോക്ക് വരുന്നതും 40 വയസ്സ് ഉള്ള ഒരാൾക്ക് സ്ട്രോക്ക് വരുമ്പോഴും നമുക്ക് രണ്ടും ഡിഫറെൻ്റ് ആണ്. 40 വയസ്സുള്ള ആൾക്ക് അതിനുള്ള ഏജ് ആയിട്ടില്ല, മേ ബി അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് വന്നത് എന്ന് പറയാം, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് പ്രശ്നമുള്ളത് കൊണ്ട്, ശ്രദ്ധയില്ലായ്മ കൊണ്ട് വന്നു എന്ന് പറയാം. എന്നാൽ 60 70 വയസ്സ് കഴിഞ്ഞ ആൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഡ്യൂ ടു വീക്ക് സിസ്റ്റം, അയാളുടെ സിസ്റ്റം വീക്ക് ആയതുകൊണ്ടാണ് അത് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കാം. ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ എൻ്റെ OPയിൽ പലരും ഈ റിസൾട്ടായിട്ട് വന്നിട്ട് ഡോക്ടറെ കൊളസ്ട്രോൾ നോർമലാണ്, ഡോക്ടർ എനിക്ക് ഷുഗർ ഇല്ല, ഫാസ്റ്റിംഗ് അന്നത്തെ ഫാസ്റ്റിംഗ് എടുത്ത് ഡോക്ടറെ ഞാൻ ഓക്കെ ആയി, മരുന്ന് നിർത്താം എന്നൊക്കെ പറയുന്നതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടി ചെയ്തത്. മാത്രമല്ല ഇന്നത്തെ കാലത്ത് ഇത് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് ആണെന്ന് തന്നെ തോന്നി. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക, BP മോണിറ്റർ ചെയ്യുക, പൾസ് മോണിറ്റർ ചെയ്യുക, വേസ്റ്റിൻ്റെ സൈസ് നോക്കുക, ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ ഇല്ലയോ നോക്കുക. ഇനി സ്മോക്കിംഗ് ഉള്ള ആൾക്കാരെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ സ്മോക്കിംഗ് കൺട്രോൾ ചെയ്യുക, സ്ട്രെസ്സ് കുറക്കുക, ഉറക്കം ഒരു 8 മണിക്കൂറെങ്കിലും ആക്കുക, ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക, പിന്നെ നടത്തം, അതുപോലെ മൈൽഡ് എക്സസൈസ് ഒക്കെ ഡെയിലി ഉണ്ടായിക്കോട്ടെ. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടോ, ചെസ്റ്റിൽ കഞ്ചഷൻ വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ മോണിറ്റർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ ഈ പ്രശ്നം ഡിലേ ചെയ്യാനോ അല്ലെങ്കിൽ ഇല്ലാതാക്കാനോ തന്നെ പറ്റും. നന്ദി. ഈ വീഡിയോനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് കരുതാണ്. ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.